ദ ഫോൾ ഗൈ 2-3 ദിവസമായി OTT ഇറങ്ങിയിട്ട്. ഈ കൊല്ലം ഇറങ്ങിയ സിനിമയാണ്. കഴിഞ്ഞ മാസം ആണോ ഇറങ്ങിയെന്ന് തോന്നുന്നുണ്ട്. 3-ാം തീയതിയായിട്ടാണ് ഇറങ്ങിയത് പടം. പടം അവിടെ ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നില്ല. ഒരു 50 കോടി നഷ്ടം വന്ന സിനിമയാണ് അവിടെ. പക്ഷെ നല്ല സിനിമയാണ്. അവിടുത്തെ സിനിമകൾ വെച്ചിട്ട് ഈ സിനിമ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാൻ പാടാണ്. ബട്ട് ഇവിടുത്തെ സിനിമകളെ വെച്ചിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റൂല. അത് വേറെ കാര്യം. ഇതൊരു കോമഡി ആക്ഷൻ മൂവിയാണ്. സിനിമയുമായി ചുറ്റിപ്പറ്റി പോണ ഒരു സിനിമയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ ഡൂപ്പിട്ടിട്ട് അഭിനയിക്കുന്ന ആൾക്കാരുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. പടത്തിൻ്റെ മെയിൻ ചെറിയ ത്രെഡ് ഞാൻ പറഞ്ഞുതരാം. കാമുകി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ കാമുകൻ ഡ്യൂപ്പായിട്ട് അഭിനയിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. നമ്മൾ എവിടെയൊക്കെയോ കണ്ടു മറന്ന സീനുകളൊക്കെ സിനിമകളൊക്കെ ഇതിൽ തോന്നാം. കാരണം മലയാള സിനിമകളിൽ തന്നെ ചിലത് ഹീറോ സിനിമേനെ എടുത്ത് കമ്പയർ ചെയ്യാൻ നമുക്ക് കഥ ചെറിയതായിട്ട് ഇതിൽ അത് ആ ഒരു സിനിമയുടെ മൂഡ് പോലെയാണ് ഇതിൽ കഥ പോണത്. പക്ഷെ ഈ പടം കഥ വൈസ് നിങ്ങൾ വിട്, കഥ വൈസ് നിങ്ങൾ നോക്കണ്ട, മേക്കിംഗ് സൈഡ് നോക്കിയാൽ മതി. എഡിറ്റിങ്, സിനിമാറ്റോഗ്രാഫി, സ്ക്രീൻ പ്ലേ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മുട്ടണ്ട, മേക്കിംഗ് അന്യായമാണ്. ഇതിൽ കുറേ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഫുൾ സ്റ്റണ്ട് സീൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 വട്ടം കാറ് കത്തിച്ച് കളയുന്നുണ്ട്, കാറ് മറിഞ്ഞ് പോകുന്നുണ്ട്, കാറ് ചാടിക്കുന്നുണ്ട്, നടൻ അവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് ചാടുന്നുണ്ട്, ഇങ്ങോട്ട് ചാടുന്നുണ്ട്, അപ്പുറത്തേക്ക് ചാടുന്നുണ്ട്. അങ്ങനെ ഒക്കെയുള്ള പരിപാടികളൊക്കെ ഇതിൽ ഉണ്ട്. അവിടുത്തെ സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ ചെറുതാണ്. പക്ഷേ ഇവിടുത്തെ സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര വലുതാണ്. മേക്കിംഗ് സൈഡ് തന്നെയാണ് വേറെ ലെവലായിട്ടുണ്ട്. കോമഡിയൊക്കെ അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മെയിനായിട്ട് ഇതിലെടുത്ത് പറയുന്നത് സ്റ്റൺ സീൻസ് ആണ്. സ്റ്റൺ സീൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര എൻഗേജിങ് ആയിട്ട് എടുത്തണതാണ്. ഗ്രൂപ്പിലാണ് അഭിനയിച്ചിട്ടുള്ളതാണ് ഇതിലത്തെ നടൻ. അത് കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നടൻ മാത്രമല്ല, അതിലത്തെ എല്ലാവരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ ക്രൂ മെമ്പറും പിന്നെ അതേപോലെ തന്നെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ഇതിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള സിനിമയാണ്. അത് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. കഥ വൈസ് ചെറുതാണെങ്കിലും മേക്കിംഗ് വൈസ് ഈ കഥേനേക്കാളും വലിയ ഒരു സിനിമയാണ് ഇതെന്ന് പറയുമ്പോൾ. കുറേ സീനുകളുണ്ട്. സ്റ്റൺ സീൻസൊക്കെ എന്താ പറയുക, എക്സിക്യൂട്ട് ചെയ്തിട്ട് ഭയങ്കര രസമുണ്ട്. ഭയങ്കര ഓവറല്ല, ഭയങ്കര എൻഗേജിങ് ആയിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് വെറൈറ്റി നമുക്ക് ഫീൽ ചെയ്യുക അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു ഷോട്ടുണ്ട്. ഒറ്റ ഷോട്ടിലാണ്, ഒറ്റ ടേക്കല്ല, ഒറ്റ ഷോട്ടാവും. ഒറ്റ ഷോട്ടിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പോയി അതിൽ കുറേ ആൾക്കാർ കയറി വന്ന് ഇതിൽ ഇങ്ങനെ പോണ ഒരു സീനുണ്ട്. ഒരു കടൽ തീരത്തുള്ള ഒരു സീനാണ്. നമ്മുടെ നടിയെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ ഒരു പരിപാടിയാണ്. ഇതിലത്തെ നടീനെ ഞാൻ എന്താ പറയുക, എന്തൊട്ടാ മോനെ ആക്ടിങ് മുട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഇതിലത്തെ നടീനാണ്. എക്സ്പ്രഷനൊക്കെ ഇടുന്ന കാരണം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് ഇതിൻ്റെ നടി അഭിനയിച്ചിരിക്കുന്നത്. നടൻ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിലെ നടീനെയാണ്. പിന്നെ അതേപോലെ ക്ലൈമാക്സിൽ ഫൈറ്റ് സീൻ ഉണ്ട്. ഫൈറ്റ് സീനിൽ കുറച്ച് സംഭവങ്ങൾ ഇതിൽ അവർ ഏഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് എന്ന് വെച്ചാൽ അത് നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറയുമ്പോൾ നിങ്ങളത് പറഞ്ഞിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടില്ല. പിന്നെ ഇതിലൊരു ബോട്ടുകൊണ്ടുള്ള ഒരു സീനുണ്ട്. വെള്ളത്തിൽ ചാടിക്കണ കുറച്ച് സീനുണ്ട്. ആ സമയത്ത് ഒരു ഡ്രോൺ ഷോട്ട് ഉണ്ട്, അത് അടിപൊളിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്ലൈമാക്സിൽ ഒരു ഡ്രോൺ ഷോട്ട് ഉണ്ട്, അത് ഇത്തിരി ഫാസ്റ്റിലാണ് ചെയ്തേക്കുന്നത്, അതും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വണ്ടി ചാടിക്കുന്ന സീന്, വണ്ടി മറയണ സീന്, ക്ലൈമാക്സിലത്തെ ഫൈറ്റ്, ഇതൊക്കെ കഴിഞ്ഞ് ക്ലൈമാക്സിൽ ഒരു സാധനമുണ്ട് നടൻ്റെ നൈസാനുണ്ട്. എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഇങ്ങനെ എടുത്ത് പറയാൻ പറ്റുന്ന കുറേ അടിപൊളി സീനുകളുണ്ട്. ആ സീൻ അടിപൊളിയായിരുന്നു കേട്ടോ, ഈ സീൻ അടിപൊളിയായിരുന്നു, അല്ലെങ്കിൽ അത് കൊള്ളായിരുന്നു അങ്ങനെ പറയാൻ പറ്റുന്ന സീനുകൾ ഈ സിനിമയിലുണ്ട്. തുടക്കം തൊട്ട് അവസാനം വരെ എൻഗേജിങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. കോമഡിയൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു കോമഡിയൊക്കെ. പിന്നെ ഇവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർബിയിൽ തകർത്തുള്ളതാണ്. ബാർബിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ്. അപ്പോൾ പടം ജസ്റ്റ് നിങ്ങൾ കണ്ടോക്ക്, നല്ല പടമാണ്. ബോക്സ് ഓഫീസിൽ കയറിയില്ല എന്ന് വെച്ചിട്ട് ഒരു 50 കോടി നഷ്ടം വന്നെന്ന് വെച്ചിട്ട് അതിനുള്ള പൊട്ട പടമല്ല അത്. പക്ഷെ അവിടുത്തെ അവരുടെ ആ ഒരു സ്പേസിൽ, സിനിമകളുടെ സ്പേസിൽ ഇത് നിന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മേക്കിംഗ് സൈഡ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാവരും നന്നായിട്ടുണ്ട്. എക്സ്പെഷ്യലി നടി ഭയങ്കരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടു നോക്ക്, കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. അതിന് മുമ്പ് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഇതിലത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയുണ്ട്.
എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൽ അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയാൻ പറ്റില്ല, അതൊരു പാട്ടാണ്. ആ പാട്ടിനെ ക്ലൈമാക്സിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ആ ഒരു ടൈം ലൈനിൽ ഈ പാട്ട് ഭയങ്കര സ്ലോ ആയിട്ടാണ് പോണത്. സെക്കൻഡ് ക്ലൈമാക്സിൽ ഈ പാട്ട് കുറച്ച് സ്പീഡാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ രണ്ടും സിറ്റുവേഷന് ആപ്റ്റ് ആയിട്ടുണ്ട്, അനുയോജ്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓൾറൗണ്ട് നല്ല സിനിമയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നൈസ് സാധനമുണ്ട്. മേക്കിംഗ് സൈഡാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, കാരണം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. പക്ഷെ ഹാർഡ് വർക്കിന് എല്ലാ ഒരു ഫലം അവർക്ക് കിട്ടിയില്ല, അതിൽ എനിക്ക് വിഷമമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്, കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നത്.